ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കോളേജ് ജീവിതത്തിലെ ഒരു സംഭവമാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാൾക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ചത് സ്നേഹം, ലവ്, അതാണ്. പറയാനുണ്ടെങ്കിൽ അയാൾ ഒരുപക്ഷെ എഴുത്തിലൂടെയോ, പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. പിന്നീട് അത് മാറി, അത് കാസറ്റിലൂടെയായി. പിന്നീട് ഇപ്പം നമുക്കറിയാം മൊബൈലിലൂടെ ആയി. എല്ലാം വളരെ ഈസി മെത്തേഡാണ്. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്മേറ്റിന് എന്നോടൊരു ഇഷ്ടം, അത് ആൾ പ്രകടിപ്പിച്ചത് ഇതുപോലെ ഒരു കാസറ്റിൽ ആൾക്ക് പറയാനുള്ളത് റെക്കോർഡ് ചെയ്തിട്ടായിരുന്നു. കോളേജ് പിരിയുന്ന സമയത്ത് ആ കാസറ്റ് എൻ്റെ നേരെ നീട്ടി. പക്ഷെ അത് ഞാൻ കേൾക്കാൻ തയ്യാറില്ല. ആൾ പറഞ്ഞത് ആൾക്ക് പറയാനുള്ളതെല്ലാം ആ കാസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നായിരുന്നു. പക്ഷെ ഞാനത് കേൾക്കാനോ വാങ്ങാനോ തയ്യാറായില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, എന്തായിരിക്കും ആ കാസറ്റിൽ ആൾ പറഞ്ഞിരുന്നത്. അതെ, നമ്മൾ ഇതുപോലാണ്. ആ സമയത്ത് നമുക്കൊന്നും ആവശ്യമില്ല. ഒരു പ്രണയം പഠിക്കുന്ന സമയത്ത് ആവശ്യമില്ല. കാരണം പ്രണയം ആവശ്യമില്ലാന്ന് തോന്നുന്നത്, നമ്മൾക്ക് ഒരുപാട് പ്രൊപ്പോസൽ വന്നാലും നമ്മൾക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്നത്, നമുക്ക് വീട്ടിൽ നിന്ന് അതുപോലെ ധാരാളം സ്നേഹം കിട്ടുന്നുണ്ട്. നമുക്ക് സ്നേഹം വീട്ടിൽ നിന്ന് ആവശ്യത്തിൽ കിട്ടാതെ വരുമ്പോഴായിരിക്കും പുറത്ത് സ്നേഹം തേടി പോകുന്നത്. പലരും പറയുന്നത് വളരെ ശരിയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രണയം ആളോട് തോന്നിയിരുന്നില്ല. എനിക്ക് കോളേജിൽ നിറയെ ക്ലാസ്സിലാണെങ്കിലും ജൂനിയേഴ്സ് സീനിയേഴ്സായിട്ടൊക്കെ ഞാൻ ഭയങ്കര ഫ്രണ്ട്സാണ്. അതുപോലെ തന്നെ ഡയറക്ടർ, ടീച്ചേഴ്സുമായിട്ട് ഔട്ടിങ്ങിന് പോവുക, ഇതൊക്കെ ഞാനെന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ക്ലാസ്സിൽ മാത്രം ഒതുങ്ങുന്ന കൂട്ടത്തിലായിരുന്നില്ല. മൊത്തത്തിൽ എല്ലാവരുമായിട്ട് ഇടപഴകുന്ന കൂട്ടത്തിലാണ്. ഇവിടെ ആ സമയത്ത് ഞാനൊരു പ്രണയം സ്വീകരിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് അറിയാം. പിന്നെ ആൾ കുറേ റെസ്ട്രിക്ഷൻ വെക്കും, അങ്ങനെ പോകാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെയും അങ്ങനെ വന്നു കഴിഞ്ഞ് തുടങ്ങിയിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, എക്സിബിഷനൊക്കെ നടത്തുമ്പം അതർ കോളേജിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് വരും. അവർ നമ്മളോട് കോമഡി പറയും, നമ്മൾ ചിരിക്കും. ഫുഡ് കഴിക്കാൻ ചെന്നിരിക്കുമ്പോഴേ അവരെന്തെങ്കിലും അവിടുന്ന് കോമഡി ആക്ഷൻ കാണിക്കും, നമ്മൾ ചിരിക്കും. പക്ഷേ അപ്പോൾ തന്നെ ഇവിടെ ഒരാൾക്ക് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ എന്തിനാണ് അവരെ നോക്കി ചിരിക്കുന്നത്, അവർ എന്തുകൊണ്ട് എന്നോട് അങ്ങനെ കോമഡി കാണിക്കുന്നു, അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചിരുന്നു, ഒരിക്കലും നമുക്ക് ഒരു ഫ്രീഡം പിന്നെ അവിടെ കിട്ടില്ല. ഇപ്പം പഠിക്കുന്ന സമയത്ത് എല്ലാവരോട്ടും ഒരുപാട് പേരോട്ട് മിങ്കിൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു റാഗിങ് നടത്തിയത് തന്നെ എല്ലാവർക്കും ചിരിയായിരുന്നു, ആരെയും വേദനിപ്പിക്കുന്ന രീതിയിലല്ല. ജൂനിയേഴ്സ് ജോയിൻ ചെയ്തപ്പം ആ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഒരു സ്റ്റുഡൻറ്റ് വന്നു, മറ്റാരും എത്തിയിട്ടുമില്ല. അപ്പം ചുമ്മാ അവനെ ഒന്ന് പേടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡെസ്കിൻ്റെ മുകളിൽ കയറിയിരുന്നു. പേര് ചോദിച്ചു, സ്ഥലം ചോദിച്ചു, എന്താണ് ഈ സബ്ജക്റ്റ് എടുക്കാൻ കാരണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് അവനങ്ങ് പേടിക്കാൻ തുടങ്ങി. ലാസ്റ്റ് ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഇതൊരു തമാശ കാണിച്ചതാണെന്ന്. പിന്നെ അവനുമായിട്ട് നല്ല കൂട്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരുമായിട്ട് നല്ല മിങ്കിൾ ചെയ്യുന്ന രീതിയിലേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും ഇപ്പം ഞാൻ ചിന്തിക്കുന്നു, എന്തായിരിക്കും ആ കാസറ്റിൽ അന്ന് റെക്കോർഡ് ചെയ്തപ്പെട്ടിരുന്നത്. അതിപ്പോഴും ഇടയ്ക്കൂടെ ഓർക്കാറുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കോളേജ് ജീവിതം.